തല്ലുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കില്ല. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡൻസ് നോക്കാം. ഒരു ഹിന്ദു യുവാവായിട്ടുള്ള ദീപു ചന്ദ്രദാസിനെ ബംഗ്ലാദേശികൾ അടിച്ചു കൊന്നു, ക്രൂരമായി തല്ലിക്കൊന്നു, മോബ് ലഞ്ചിങ് നടന്നു. അതിന് എതിരായി ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഈ പ്രതിഷേധം നടക്കുന്നവരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതിനു മുൻപായി പ്രതിഷേധം നിങ്ങൾ കാണണം. ഈ പ്രതിഷേധം നടക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന്റെ ഓഫീസിന് മുന്നിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. കണ്ടു നോക്കൂ. बांग्लादेश की जो यूनूस सरकार है उसको अपने राजधर्म का निर्वाह करना चाहिए। वहाँ का जो अल्पसंख्यक हिंदू है उसको पूर्ण संरक्षण प्रदान करना चाहिए। जिन लोगों ने वहाँ इस प्रकार से इस्लामी उग्रवाद चला रखा है और हिंदुओं को उसके कारण से वहाँ बलिदान हो रहे हैं, उन हिंदुओं को मुआवजा देना चाहिए। और अगर बांग्लादेश की हिंदू सरकार ये करने में विफल रहती है तो या तो ये सरकार जाएगी, नहीं तो बांग्लादेश के दो टुकड़े होंगे। ये बांग्लादेश की नियति तय है। ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല, ഇന്നലെയും മിനിയാന്നൊക്കെയായി വെസ്റ്റ് ബംഗാളിലും ഹൈദരാബാദിലും ഒക്കെ ഇതുപോലുള്ള പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. പ്രൊട്ടസ്റ്റ് നടത്തണം. കാരണം ബംഗ്ലാദേശിലെ ഒരു ഹിന്ദുവിനെയാണ് ഇതുപോലെ ദാരുണമായി തല്ലിക്കൊന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ബംഗ്ലാദേശിലെ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുക? ഇവിടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഒരുപാട് ഹിന്ദുക്കൾ തല്ല് വാങ്ങിക്കുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അതിനെതിരെ നിങ്ങൾ എന്താണ് പ്രൊട്ടസ്റ്റ് ചെയ്യാത്തത്? എന്താണ് ചോദ്യം ചോദിക്കാത്തത്? കാരണം ചോദിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ മരണപ്പെടുന്ന ഹിന്ദുക്കൾ, ഇന്ത്യയിൽ മരണപ്പെടുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ദളിത്സ് ആണ്. ജാതി പറയാൻ പാടില്ല, പക്ഷേ ഇവിടെ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദളിതന്മാരെ തല്ലുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കില്ല. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡൻസ് നോക്കാം. ഉത്തർപ്രദേശിൽ നടന്നതാണ്. ഒരു വിളംബരം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു കിണറിൽ നിന്നും ദളിതന്മാരെ, അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ വെള്ളമെടുക്കാൻ പാടില്ല എന്ന്, വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിദാരുണമായിട്ടുള്ള ശിക്ഷ അവിടെ നടപ്പിലാക്കുമെന്ന് ഒരു വിളംബരം നടത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്തോ? ആരും ചോദിക്കില്ല. പ്രൊട്ടസ്റ്റ് നടത്തിയോ? പ്രൊട്ടസ്റ്റ് നടത്തില്ല. കാരണം ഇത് വിളംബരം നടത്തിയിട്ടുള്ളത് ഒരു ഉന്നത ജാതിയിലുള്ള ആളുകളാണ്. ഇനി നമ്മുടെ കർണാടകയിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. അതായത് ഗർഭിണിയായിട്ടുള്ള മകളെ കൊന്നു, തല്ലിക്കൊന്നു. എന്തിന്? ഒരു ദളിതനെ കല്യാണം കഴിച്ചതിന്. ഇനി മധ്യപ്രദേശിലെ ഒരു ദളിത് ഫാമിലിയുടെ ലാൻഡ് കൈവശപ്പെടുത്തുകയും അവരെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയും അവരുടെ കയ്യിലുള്ള വിത്തുക്കൾ എടുത്തിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഗാസിയാബാദിലേക്ക് വരാം. ഉത്തർപ്രദേശിൽ അവിടെ ഒരു ദളിത് ഫാമിലിയെ തല്ലി കൊല്ലാറാക്കിയിട്ടുണ്ട്. ഇനി നോയിഡയിലേക്ക് വരാം. നോയിഡയിൽ ഒരു അപ്പർ കാസ്റ്റ് മെൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ദളിത് യുവാവിനെ തല്ലി കൊന്നിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചോ? ആരും ചോദിക്കില്ല. കാരണം ഇത് ചെയ്തിട്ടുള്ളത് ഒരു അപ്പർ കാസ്റ്റിലുള്ള ഹിന്ദുവാണ്. എന്തിനേറെ പറയുന്നു, നമുക്ക് കേരളത്തിലേക്ക് തന്നെ വരാം.
ഏതാനും ഈ പറഞ്ഞിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു 1-2 മാസത്തിന്റെ ഉള്ളിൽ സംഭവിച്ചതാണ്, ഇന്ത്യയിൽ സംഭവിച്ചതാണ്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൽ ഒരു യുവാവിനെ ബംഗ്ലാദേശിലാണെന്ന് പറഞ്ഞ് തല്ലിക്കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തല്ലിക്കൊന്നതിന് ശേഷമാണ് അറിയുന്നത് ആ വ്യക്തി ഒരു ഹിന്ദു ആണെന്ന്. അവർക്ക് തെറ്റിപ്പോയി. കാരണം ബംഗ്ലാദേശി എന്ന് അവർ പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുമ്പോൾ അവർ മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് അവർ തല്ലിക്കൊന്നിട്ടുള്ളത്. പക്ഷേ അവർക്ക് തെറ്റി, അതൊരു ഹിന്ദു ആണ്. എന്നാൽ ആ ഹിന്ദുവിന്റെ പേരിൽ ആ ഹിന്ദുവിനെ തല്ലിക്കൊന്നപ്പോൾ ഇതുപോലെ ഏതെങ്കിലും പ്രൊട്ടസ്റ്റ് നടന്നോ? നടക്കില്ല. കാരണം അത് ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും വിമർശിക്കാൻ പറ്റില്ല. കാരണം ഹിന്ദുവിലെ ടെററിസ്റ്റ് ആയിട്ടുള്ള ഹിന്ദുക്കൾ, സംഘപരിവാറിനെ പോലത്തെ ആളുകളാണ് ഇതുപോലുള്ള ക്രൈംസ് ചെയ്യുന്നത്. അവരുടെ പേരിൽ ഇതുപോലെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആരും വരില്ല. എന്തുകൊണ്ട്? വേറെ ആരെങ്കിലും ഹിന്ദുവിനെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇതുപോലെ പ്രൊട്ടസ്റ്റ് നടത്തുന്നവർ എന്തുകൊണ്ട് ഈ കേരളത്തിലെ ഇഷ്യൂവിനും ഇതുപോലുള്ള ഒട്ടനവധി ഹിന്ദുക്കളുടെ ദേഹത്ത് തൊട്ടിട്ടും പ്രൊട്ടസ്റ്റ് നടത്താത്തത് എന്തുകൊണ്ടാണ്? അവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഹിന്ദുവിനോട് സ്നേഹവും സഹതാപവും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കൊലകൾക്കൊക്കെ ചോദ്യം ചെയ്യും അവർ. പക്ഷേ ചോദ്യം ചെയ്തില്ല. അതായത് അവരുടെ കാര്യം അവർക്ക് ടാർഗറ്റ് ചെയ്യണം. മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ഒക്കെ നമുക്കറിയാം, ഏതാനും കുറച്ച് വർഷങ്ങളായി ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം, ക്രിസ്മസ് ആയതിനു ശേഷം ക്രിസ്മസിന്റെ ഓരോ കാര്യത്തിലും ക്രിസ്മസ് ആഘോഷം പാടില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തും കേരളത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അതുപോലെ ക്രിസ്ത്യൻസിനൊക്കെ അവർക്ക് ടാർഗറ്റ് ചെയ്യണം. അത് മാത്രമാണ്. അല്ലാതെ അവർക്ക് ശരിയായ ഒരു സ്നേഹവും ഹിന്ദുക്കളോടില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ഒരുപാട് ഇൻസിഡന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇൻസിഡൻസ് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ പ്രൊട്ടസ്റ്റ് നടത്താൻ ഇപ്പം ഡൽഹിയിലും ഹൈദരാബാദിലും വെസ്റ്റ് ബംഗാളിലൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചു നോക്കണം. അവർക്ക് എന്താണ് വേണ്ടത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you. जिस तरीके से बांग्लादेश में लगातार हिंदुओं को टारगेट किया जा रहा है, चुन चुनकर उनको मारा जा रहा है, आखिर कब तक बांग्लादेश के अंदर हिंदुओं पर जुल्म होता रहेगा? वहां की सरकार क्या कर रही है? वहां पर अगर उसने गलती करी थी हमारे भाई ने तो उसको सजा देते। क्या मतलब बनता है चौराहे पे खड़े होकर चला दो? कोई कानून नहीं है कि बांग्लादेश में? अगर हम हिंदुस्तानियों ने बांग्लादेशियों को हिंदुस्तान में ढूंढ कर भगाना चालू कर दे, फिर क्या होगा? फिर वहां की सरकार रोना चालू कर देगी। हिंदुस्तान में रहकर जो बांग्लादेश से प्यार करते हैं उनको भी कहना चाहता हूं, अब समय आ चुका है, जो भी हिंदुस्तान में बांग्लादेशी रहता है उसको बाहर निकालो और बांग्लादेशी घुसपैठियों भारत छोड़ो, भारत छोड़ो। हिंदुस्तान में रहकर भी अगर जो लोग बांग्लादेश को सपोर्ट करते हैं, बहुत शर्म की बात है। अरे बांग्लादेश सरकार, होश में आओ, होश में आओ और हिंदुओं पर जुल्म करना बंद करो, बंद करो। आखिर कब तक हिंदुओं पे वहां पे जुल्म होता रहेगा? हर बात को लेकर हिंदुओं को टारगेट किया जाता है, वो बंद होना चाहिए। बहुत हुआ। बांग्लादेश की जो यूनूस सरकार है उसको अपने राजधर्म का निर्वाह करना चाहिए। वहां का जो अल्पसंख्यक हिंदू है उसको पूर्ण संरक्षण प्रदान करना चाहिए। जिन लोगों ने वहां इस प्रकार से इस्लामी उग्रवाद चला रखा है और हिंदुओं को उसके कारण से वहां बलिदान हो रहे हैं, उन हिंदुओं को मुआवजा देना चाहिए। और अगर बांग्लादेश की यूनूस सरकार ये करने में विफल रहती है तो या तो ये सरकार जाएगी, नहीं तो बांग्लादेश के 2 टुकड़े होंगे। ये बांग्लादेश की नियति तय है।